ാണ് അതും ഇരുവശത്തുമുള്ള കൂടിനുള്ളിൽ നിന്ന് മാത്രം കുർബാന വീക്ഷിക്കാൻ. പണ്ട് കാലത്ത്, അതായത് പള്ളി ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് കുർബാന വീക്ഷിക്കാൻ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിലൂടെയാണ് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കുർബാന വീക്ഷിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അവർക്ക് പള്ളിക്കകത്തേക്ക് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. പള്ളിയുടെ തുടക്കം മുതലുള്ള വികാരിമാരുടെ നീണ്ട പട്ടിക പ്രധാന വാതിലിന്റെ ഇരുവശത്തായി കാണാം. നിലവിലെ വികാരി ജേക്കബ് ഡാനിയൽ 80-ാമനാണ്. 1811 ബ്രിട്ടീഷുകാരാൽ നിർമ്മിതമായൊരു ദേവാലയമാണ്. അന്നത്തെ പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയും അവരുടെ തടവുകാർക്ക് വേണ്ടിയും പണിതൊരു പള്ളിയാണ്. അവരുടെ ആസ്ഥാനം മദ്രാസിലായിരുന്നു. മദ്രാസിലെ അവരുടെ പല കൻ്റോൺമെൻറ്റുകൾ, 5-6 കൻ്റോൺമെൻറ്റുകളുണ്ട്. അതിലൊന്ന് കണ്ണൂരുള്ള ഈ കൻ്റോൺമെൻറ്റാണ്. അപ്പോൾ ഈ കൻ്റോൺമെൻറ്റുകളിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കും മിലിറ്ററിക്കാർക്കൊക്കെ ആരാധിക്കാനായിട്ടുള്ള ദേവാലയങ്ങൾ പണിയാനായിട്ട് അവർ തീരുമാനിച്ചു. അതിലൊരു ദേവാലയമാണിത്. 1811 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അന്നത്തെ ഗ്രീക്ക് റോമൻ ശൈലിയിലുള്ള ഒരു ഗോത്തിക് ശൈലിയുള്ള മാതൃകയിലാണ് ഈ ദേവാലയം അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം പിന്നീട് അവർ 1947 ഇന്ത്യ വിട്ടു പോയതിന് ശേഷം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന CSI സഭയെ ഈ ദേവാലയം ഏൽപ്പിക്കുകയും പിന്നീട് ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കീഴിൽ ഈ ദേവാലയം വരികയും ചെയ്തു. പിന്നീട് അവരാണ് ഇതിൻ്റെ ഭരണ ചുമതലകൾ, കാലാകാലങ്ങൾ അച്ഛന്മാരെ നിയമിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും CSI സഭയാണ്. ഇപ്പോഴും ഇത് CSI സഭയുടെ മലബാർ മഹാടവയുടെ രൂപതയുടെ കീഴിലുള്ള ഒരു ദേവാലയമായിട്ടാണ് നിലകൊള്ളുന്നത്. 2019 മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പള്ളിയുടെ പ്രവർത്തനം. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം സ്ഥിതി ചെയ്തിരുന്ന അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടത്തിന്റെ അടക്കം ചരിത്രങ്ങൾ മാർബിളിൽ കൊത്തി പള്ളിക്കുള്ളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അസാധാരണ കഥയാണ് പള്ളി സെമിത്തേരിയുടേത്. പതിവിൽ നിന്ന് വിപരീതമായി നിർത്തിയും ഇരുത്തിയും ആളുകളെ അടക്കം ചെയ്ത ചരിത്രവുമുണ്ട് ഇവിടെ. പള്ളിയുടെ തന്നെ സെമിത്തേരിയാണിത്. ഏതാണ്ട് 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കല്ലറകളാണ് ഇവിടെ ഉള്ളത്. ഈ സെമിത്തേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബ്രിട്ടീഷ് പട്ടാളക്കാരെ നിർത്തിയും അതുപോലെ ഇരുത്തിയുമൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ചില രേഖകൾ പള്ളിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഈ ഒരു ശവകുടീരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കല്ലറ ഒരാൾ പൊക്കത്തിലും അധികമുണ്ട്. ഒരാളെക്കാളും ഹൈറ്റിലാണ് ഈ ഒരു കല്ലറയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈറ്റിൽ കല്ലറ കെട്ടിയതിന് കാരണം ആളെ നിർത്തിയാണ് അടക്കം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കല്ലറ നമുക്കിവിടെ കാണാം, വർഷം കാണാം, 1831 ഇവിടെ മരിച്ച ആളുടെ കല്ലറയാണിത്. ഇതിലും പഴക്കമുള്ള കല്ലറകൾ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പള്ളിക്ക് മുന്നേ ഈ സെമിത്തേരിയിൽ ആളുകളെ അടക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കല്ലറയാണിത്. പള്ളി ഉണ്ടായത് 1811 ഈ കല്ലറ 1806 മരണപ്പെട്ട ഒരാളുടേതാണ്. ഇവിടെ കല്ലറയിലുള്ള മാർബിളിൽ
കൊത്തിയാണ് ആ ഒരു വർഷം ഇവിടെ എഴുതിയിട്ടുള്ളത്. പല കല്ലറകളിലും മാർബിളിന്റെ മുകളിൽ എഴുതിയതാണ് പതിവ്. അങ്ങനെ എഴുതിയതൊക്കെ ഏതാണ്ട് വർഷങ്ങളും പേരുകളും ഒക്കെ മാഞ്ഞു പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ മാർബിളിന്റെ മുകളിൽ കൊത്തിയെടുത്ത് പേരുകളും വർഷങ്ങളും എഴുതിയത് അതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ, 1811 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഈ തദ്ദേശീയ യുദ്ധങ്ങളൊക്കെ അക്കാലത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ മരിച്ചവരൊക്കെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടികളുണ്ട്, വിവിധ ഏജുകളിലെ ബന്ധപ്പെട്ടവരുണ്ട്. അതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ഇവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ അത്രയും ഹൈറ്റിൽ അത് വെക്കേണ്ട കാര്യമില്ല. രേഖകളിലുണ്ട്. അങ്ങനെ പുരാതന രേഖകളിൽ അത് ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല കല്ലറകളും കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു വീഴാറായി. വേര് വന്ന് വലിയൊരു മരമായി മാറി ആ മരം മുറിച്ച ഒരു നിലയിലുള്ളത്. 2 മരമൊക്കെയാണ് ഒരു കല്ലറക്ക് ഉള്ളിലായി രൂപപ്പെട്ടത്. ആ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. എന്നാലും 80% കല്ലറ നശിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും വീണു പോകാറായ നിലയിലാണുള്ളത്. മേൽഭാഗമൊക്കെ ഏതാണ്ട് പുറത്തായിട്ടാണുള്ളത്. നാല് ഏക്കർ ഭൂമിയിലാണ് ഈ ശ്മശാനം കിടക്കുന്നത്. ഇപ്പോഴും ഇവിടെ അടക്കം നടക്കുന്നുണ്ട്. എൻ്റെ വലത് ഭാഗത്ത് കാണുന്ന ഇവിടെയാണ് പഴയ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ കല്ലറകളുള്ളത്. ഈ ഇടതുവശത്താണ് ഇടവകയിലുള്ള ആളുകളുടെ കല്ലറ. കഴിഞ്ഞ ആഴ്ചയും ഇവിടെ അടക്കം നടന്നിട്ടുണ്ടെന്നാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. സെന്റ് ജോൺസ് പള്ളിയുടെയും പള്ളി സെമിത്തേരിയുടെയും കഥ അങ്ങനെയാണ്. ക്യാമറ പേഴ്സൺ നവീൻ എക്കോടിനൊപ്പം മുഹമ്മദ് സൈഫുള്ള, കണ്ണൂർ 1. നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണ്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, അതിവിശാലമായ ഭക്ഷണശാല, ഇക്കോ ഫ്രണ്ട്ലി LED ലൈറ്റ്സ് ആൻഡ് സറൗണ്ടിംഗ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് AC, വിശാലമായ കാർ പാർക്കിംഗ്, മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ, ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം, പഴയങ്ങാടി.